ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. കുറച്ചുകൂടെ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. ഓക്കെ, അപ്പൊ ഇന്ന് ബിസിനസ്സുകാർക്ക് എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാർക്ക് മാത്രമല്ല, നോർമലി നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജോലികളിൽ നിന്ന് നിങ്ങൾക്ക് മടി പിടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് ചെയ്യാൻ പറ്റാത്തത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ സൈക്കോളജിക്കൽ റീസൺ എന്താണ്. ഓക്കെ, സോ അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് നിരന്തരം പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്തത് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ SE എന്ന് കമന്റ് ചെയ്യുക, സൂപ്പർ എക്സൈറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട്. ഒരുപാട് ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങൾ ശരിക്കും എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ശരിക്കും ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ മറക്കരുത്, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പ്രോഗ്രാമിലേക്ക് എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവരെ കൂടെ ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ശരത് ഒരു കാര്യം ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലും ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഇവിടെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണ്, അതിന്റെ സൈക്കോളജിക്കൽ റീസൺ എന്താണ്, അത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാം, നിങ്ങളുടെ ട്രോമയായിട്ട് ഇതെങ്ങനെ കണക്റ്റഡ് ആണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മളിൽ അധികം ആൾക്കാർക്കുള്ള നമ്മളുടെ ഒരു ബിസിനസ് പ്രോബ്ലംസ്, നമ്മുടെ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അധികം ആൾക്കാരുടെയും ബിസിനസ് പ്രോബ്ലംസിന്റെ ട്രോമാറ്റിക് റീസൺസ് എന്താണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇഫ് യു നിങ്ങൾ റെഡി ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, അധികം ആൾക്കാർക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഇവിടെ പറയും. ഈ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, ഞാൻ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായി നോട്ട് ചെയ്താണ്. ഒന്ന്, ഫിനാൻഷ്യൽ ബ്ലോക്സ്, അതായത് ബിസിനസ്സിൽ എത്രയായിട്ടും ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റുന്നില്ല, ഫൈനാൻഷ്യലി സ്ട്രോങ് ആകാൻ പറ്റുന്നില്ല. ഇതൊരു പ്രോബ്ലം ആണോ? യെസ് ഓർ നോ? ഫിനാൻഷ്യലി നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു പ്രോഫിറ്റ് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്? എപ്പോഴും ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വരുന്നുണ്ട്. അടുത്തത്, നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല. നമ്മളുടെ ബിസിനസ് തകരാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഫൈനാൻസ് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ നിൽക്കുന്നില്ല, വന്നാൽ പോലും നമുക്ക് പണം നമുക്ക് വന്നു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ വരുന്നില്ല, കസ്റ്റമേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബ്ലോക്ക് നമ്മുടെ പലപ്പോഴും ഉള്ള സംഗതിയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക്. ശരിയാണോ? ഈ ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക് നമുക്ക് വരുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും? ഫൈനാൻഷ്യൽ ബ്ലോക്ക് അല്ലെങ്കിൽ അബണ്ടൻസ് ബ്ലോക്ക് ആണ് നമുക്ക് സംഭവിക്കുന്നത്. അടുത്ത സംഗതി എന്താണ്? ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാണ്ടിരിക്കും, നമ്മുടെ ഒരു പ്രോബ്ലമാണ്. മറ്റൊരു പ്രോബ്ലം, ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, അതായത് പണത്തെ മാനേജ് ചെയ്യുന്നതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, ഇമോഷണലി സ്പെൻഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇമോഷണലി നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകുന്ന അവസ്ഥ, ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. പണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, എങ്ങാനും വരുമാനം വന്നു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലുമൊക്കെ പണം വരുത്താൻ അറിയാം, വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കാത്ത അവസ്ഥ. ഈ ഒരു പ്രോബ്ലം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കമന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം. സോ മുഹമ്മദ് ഷെരീഫ് ഓക്കെ പറയുന്നു, യെസ്. അടുത്തൊരു പ്രോബ്ലമാണ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ. നമ്മൾ ഫൈനാൻഷ്യലി ഡോക്യുമെന്റ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതായത് കണക്കുകൾ എഴുതി വെക്കാനോ, കണക്കുകൾ വായിക്കാനോ, കണക്കുകൾ നോക്കാനോ, ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും ചെക്ക് ചെയ്യാനോ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നില്ല, അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ബിസിനസ് നടത്തുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നവരുണ്ട്. താല്പര്യമുണ്ട് ഇതൊക്കെ ചെയ്യാൻ, പക്ഷെ താല്പര്യമേ ഉള്ളൂ, ഇത് ആവശ്യമുണ്ട് എന്നറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്. സോ ഇതിന്റെയൊക്കെ സൈക്കോളജിക്കൽ റീസണിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് എന്താ വെച്ചാൽ ഫിയർ ഓഫ് റിസ്ക് ടേക്കിംഗ്. റിസ്ക് എടുക്കാൻ നമുക്ക് ഒരു പേടി, നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമുക്കറിയാം നമ്മൾ റിസ്ക് എടുക്കണം, നമ്മൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ടീമിനെ ബിൽഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പുതിയ ക്യാമ്പയിൻ നടത്തേണ്ടി വരും. പക്ഷെ നമുക്കൊരു പേടി,
അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്നുള്ള ഒരു പേടി. പറഞ്ഞോ, ഈ ഒരു പ്രോബ്ലം കൊണ്ടെന്ന് വെച്ചാൽ റിസ്ക് എടുക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ളവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തോളൂ, ഈ പ്രോബ്ലം നിങ്ങൾക്കുണ്ട് എങ്കിൽ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പ്രോബ്ലംസ് ഓരോന്നും നമ്പർ ഇട്ട് എഴുതി വെച്ചോളൂ. 1, 2. ഒന്നാമത്തത് പറഞ്ഞത് ഫിനാൻഷ്യൽ ബ്ലോക്ക്, അല്ലെങ്കിൽ അബണ്ടൻസ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക്. നമുക്ക് നമ്മളുടെ അടുത്തേക്ക് നല്ല അവസരങ്ങൾ, നല്ല കസ്റ്റമേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ പണം, റവന്യൂ വരുന്നില്ല, സെയിൽ നടക്കുന്നില്ല. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു പണം നമുക്ക് വരാൻ ഒരു വലിയ ബ്ലോക്ക് സംഭവിക്കുക. എത്രയായിട്ടും ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറെ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പണം അങ്ങോട്ട് വരുന്നില്ല എന്നുള്ള സംഗതി. അടുത്ത എന്താണ്? ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. വന്ന പണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. അടുത്തതെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷനിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു പ്രോബ്ലം. അപ്പം 3 പറഞ്ഞു. അടുത്തത് എന്താണ്? നാലാമത്തത് ഫിയർ ഓഫ് റിസ്ക് ടേക്കിംഗ്. നാലാമത്തത് ഏതാണ്? നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. ബിസിനസ് നമ്മൾ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിസ്ക് എടുത്തേ പറ്റൂ. റിസ്ക് എടുക്കുന്നവർക്ക് ഉള്ളതാണ് ബിസിനസ്. പക്ഷെ റിസ്ക് എടുക്കാൻ ഒരു പേടി. എന്താണെന്ന് അറിയില്ല, അത് ചെയ്യാൻ കഴിയുന്നില്ല, റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല, ഉള്ളിൽ നിന്നൊരു പേടി വരിക. അടുത്തതെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ഫോർ കൊളാബറേഷൻ. നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്താൽ ബിസിനസ് വളരും. അധികം ആൾക്കാരുടെയും ബിസിനസ് വളരാത്തതിന്റെ കാരണം കൊളാബറേറ്റ് ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാതെ. കാരണം എല്ലാ ബിസിനസ്സും ഒരേപോലെ അല്ല മാർക്കറ്റ് ചെയ്യേണ്ടത്. ചില ബിസിനസ്സുകൾക്ക് നിർബന്ധമായിട്ട് കൊളാബറേഷൻ ആയിരിക്കും ഏറ്റവും നല്ല ടെക്നിക്ക്, ഏറ്റവും നല്ല മെത്തേഡ്. പക്ഷെ കൊളാബറേറ്റ് ചെയ്യണം എന്ന് അറിയാം, എന്നാൽ മറ്റുള്ളവരെ വിശ്വാസമില്ല, പേടിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടോ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റന്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം. 1, 2 കൊളാബറേഷൻ ഒക്കെ നടക്കുന്നു, കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. വൈ? ഇതിന്റെ സൈക്കോളജിക്കൽ റീസൺ എന്താണ്? അതേപോലെ തന്നെ എന്താ വെച്ചാൽ ലാക്ക് ഓഫ് ടീം ബിൽഡിംഗ്. ടീം ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു, ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ റീസൺ എന്താണ്? സൈക്കോളജിക്കൽ റീസൺ എന്താണ്? ഇത് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ്? ലാക്ക് ഓഫ് ടീം ബിൽഡിംഗ് കേപ്പബിലിറ്റി. ടീം ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ടീം ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല, ടീം ബിൽഡ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ടീം ബിൽഡ് എല്ലാം ഞാൻ തന്നെ ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എന്തോ ഒരു പേടിയുണ്ട്. എന്ത് ഫിയർ ആണ് നിങ്ങളെ എന്ന് വെച്ചാൽ ടീം ബിൽഡിങ്ങിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത്? അടുത്ത എന്താണ്? ഫിയർ ഓഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ബ്ലോക്ക്. അതായത് നല്ല കഴിവുകൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല, ഒരു സ്റ്റക്ക് ആയിട്ടുള്ള അവസ്ഥ. എഡ്യൂക്കേഷൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതെന്ന് വെച്ചാൽ പ്രോബ്ലം ആയിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് പുതിയ സ്കില്ല് പഠിക്കാൻ കഴിയുന്നില്ല, ഇരുന്ന് പഠിക്കാൻ കഴിയുന്നില്ല. പുതിയ ടെക്നോളജിക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് അതിന് സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാൻ പറ്റുന്നില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് പ്രോപ്പറായിട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കുള്ള സ്കില്ലിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിൽ നിൽക്കുകയാണ്. ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല, സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അടുത്ത എന്താണ്? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. തുടർച്ചയായിട്ട് ബിസിനസ്സിലെ ഡ്യൂട്ടീസ്, കാര്യങ്ങൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എവറി ഡേ ബിസിനസ്സിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നോക്കേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നില്ല. അടുത്തത് എന്താണ്? ലാക്ക് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ബിസിനസ് വളർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. വളരണം ബിസിനസ്, അത് വളരാൻ എന്താ വെച്ചാൽ വേണ്ട രീതിയിലുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഇല്ലാത്ത അവസ്ഥ. ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്താനും പുതുമകൾ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്നില്ല. ഇതൊരു പ്രോബ്ലം ആയിരിക്കാം. നിങ്ങളുടെ ബിസിനസ് വളരാത്തതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏത് കാരണമാണ് നിങ്ങളിലുള്ളത് എന്നുള്ളത് നോക്കണം. ആ കാരണത്തിന്റെ സൈക്കോളജിക്കൽ റീസണിലേക്ക് നമുക്ക് പോകണം, റൂട്ട് കോസിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടു മച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ചിലർക്ക് ലാക്ക് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്, അതേപോലെ ചിലർക്ക് ഗ്രോത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. ഓവർ പ്രാധാന്യം കൊടുത്തിട്ട് ഒരുപാട് പണം എന്ന് വെച്ചാൽ ബിസിനസ് വെറുതെ പല കാര്യങ്ങളും ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ബിസിനസ് റൺ ചെയ്ത് പോകുന്നതിന് പകരം ബിസിനസ് ഫൈനാൻഷ്യൽ ക്രൈസിലേക്ക് പോവുക. ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഓവറായിട്ട് റിസ്ക് എടുക്കുക, പ്ലാൻഡ് അല്ലാതെ റിസ്ക് എടുക്കുക. ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അടുത്ത വരുന്നത് ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ ഗോൾ. ഗോളിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ഇല്ല. ഗോള്, നമ്മളെ ലക്ഷ്യം എന്താണ്, ഫൈനാൻഷ്യലി നമ്മൾ ബിസിനസ്സിൽ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് മറന്നു പോവുക. ആ ഗോളിന്റെ കാര്യങ്ങൾ, സംഗതികളൊക്കെ മറന്നു പോയിട്ടെന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു കറക്റ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിന്നിട്ട് പോകാൻ പറ്റുന്നില്ല. അടുത്തത് ലാക്ക് ഓഫ് കോർഡിനേഷൻ സ്കിൽ.
ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു മാനേജ്മെന്റ് സ്കില്ലുണ്ട്. ടീമിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്കിൽ. ആ സ്കില്ല് നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ടീമും ഇല്ല. അല്ലെങ്കിൽ ടീമിനെ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ടീം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ടീമുമായിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ചെയ്യുന്നില്ല. ഇതായിരിക്കാം നിങ്ങളുടെ പ്രോബ്ലം. ഇതിലേത് അടുത്തെന്താണ്? ലാക്ക് ഓഫ് നെറ്റ്വർക്കിംഗ് സ്കില്ല്. നല്ല ബന്ധങ്ങൾ വേണം ബിസിനസ് വളരാൻ. കസ്റ്റമേഴ്സുമായിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ, കൺസിസ്റ്റന്റ് ആയിട്ട് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഴയ കസ്റ്റമേഴ്സിനായിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് നെറ്റ്വർക്കിംഗ് സ്കിൽ സെറ്റ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിനിങ് സ്കിൽ സെറ്റ് ഇല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല നല്ല ബന്ധങ്ങൾ, ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അത് അന്ന് ഉപയോഗിക്കും, പിന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടെന്ന് വെച്ചാൽ ബിസിനസ്സിൽ എന്നും നിങ്ങൾ എന്താ വെച്ചാൽ ഒറ്റയാനായിട്ടാണ് നിൽക്കുന്നത്. ലാക്ക് ഓഫ് ലീഡർഷിപ്പ് സ്കില്ല് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആൻഡ് നോട്ട് വില്ലിംഗ് ടു വർക്ക് ഹാർഡ്. പണിയെടുക്കാനുള്ള മടി അടുത്തൊരു സംഗതിയാണ്. പ്രോപ്പറായിട്ട് പണിയെടുക്കാനുള്ള ഒരു മടി. ഇതിന്റെ സൈക്കോളജിക്കൽ റീസൺ എന്താ? ഒരു മടി വരുമല്ലോ. അടുത്തത് റിജിഡ് മൈൻഡ് സെറ്റ്. ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ പോകുള്ളൂ. റൂൾസ് ഫോളോ ചെയ്യാൻ തയ്യാറല്ല. ബിസിനസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാൻ തയ്യാറല്ല. സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം കംഫർട്ടും മാത്രം നോക്കി പോകുന്ന അവസ്ഥ. ഇത്രയും പ്രശ്നങ്ങൾ പലർക്കും ബിസിനസ്സിലുണ്ട്. എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇതെങ്ങനെയാണ്? ഇത് മാത്രമല്ല, ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഉള്ളവരുണ്ട്. അപ്പൊ ഈ ബിസിനസ്സിൽ ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരുണ്ട്. ഏതൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് കമന്റ് ചെയ്ത്. എത്ര ഉണ്ട്? നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ടല്ലോ. കേക്ക് ബിസിനസ് ആണ്, ഓർഡർ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം, അതിലേക്കൊക്കെ വരാം. നമുക്ക് എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ വരുന്നു, ഈ സംഗതികൾ വരുന്നു. ഇതൊന്നും നമ്മൾ എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് എന്താ ചെയ്യാത്തത്? അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടെ കേക്ക് ബിസിനസ് കിട്ടുന്നില്ല, ഓർഡർ കിട്ടുന്നില്ല എന്ന് പറയും. എന്താ അതിന്റെ കാരണം എന്താ? പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പൊ മാർക്കറ്റിംഗ് ചെയ്യാത്തതിന്റെ റീസൺ എന്താണ്? ഒന്നുകിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയില്ല, പ്രോപ്പർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയില്ല. അതല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, തുടർച്ചയായിട്ട് ചെയ്യുന്നില്ല. ഇത് മൂന്ന് കാരണത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടാകാം. അതായത് ഞാൻ മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ അത് മോശമാണ്, വിൽപ്പന എന്ന് പറയുന്നത് മോശമാണ് എന്ന ഫിയർ. ആൾക്കാർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും ഞാൻ മാർക്കറ്റിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ? ആ ഫിയർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാത്തത്. അപ്പൊ ഈ ഫിയർ ചെറുപ്പകാലത്ത് എന്തുമായിട്ട് ട്രോമയായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതിനു മുൻപ് നിങ്ങൾ പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ മടിയാണ്, ആൾക്കാരോട് പറയാൻ മടിയാണ്. കാരണം നിങ്ങൾ ചെറുപ്പത്തിൽ പരിഹസിക്കപ്പെടുകയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട്. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒന്നെന്താ വെച്ചാൽ മാർക്കറ്റിംഗ് ചെയ്യാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആയിരിക്കും. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ജഡ്ജ് ചെയ്യും എന്നുള്ള ഈ ട്രോമ എവിടുന്ന് വരുന്നതാ? മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും. ഇത് ചെറുപ്പത്തിൽ എന്താ വെച്ചാല് സ്വന്തമായിട്ട് സെൽഫ് വർത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്, ഞാൻ നല്ലതാണ് എന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ടാണ്. സെൽഫ് വർത്ത് ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് വെച്ചാല് സെൽഫ് ലവും സെൽഫ് വർത്തും സെൽഫ് എസ്റ്റീമും ഇല്ല. ഞാൻ പോരാ, അല്ലെങ്കിൽ എന്നെ പറ്റി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ, എന്നെ പറ്റി കാരണം ഇതിന് ചെറുപ്പത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പേടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാത്തതിന്റെ ഒരു കാരണം, സൈക്കോളജിക്കൽ ആയിട്ടുള്ളത്. അപ്പൊ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ ആ ട്രോമ ഹീൽ ചെയ്യണം. ആ ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം നീങ്ങും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ പറ്റി, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി നല്ലത് പറഞ്ഞേ പറ്റൂ.
നിങ്ങൾക്ക് നല്ലത് പറയാൻ സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കാം? നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങളിൽ ഡൗട്ട് പണ്ടേ ശീലിച്ചത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഡൗട്ട്. സെൽഫ് ഡൗട്ട് നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? മനസ്സിലാവുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ടോ? ചെറുപ്പം മുതലേ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സെൽഫ് ഡൗട്ട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിലും നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എന്നെ കൊണ്ട് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? എന്നെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന സെൽഫ് ഡൗട്ട്. അപ്പൊ ഇത് ഈ പാറ്റേൺ തുടങ്ങിയത് എവിടുന്നാ? അവിടുന്ന്. അതിന്റെ റൂട്ട് കോസ് ഇപ്പോഴും ക്ലിയർ അല്ല. ആ റൂട്ട് കോസ് എന്താ വെച്ചാൽ ക്ലിയർ ചെയ്യണം. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിലും കൂടുതൽ വിശ്വാസവും, നിങ്ങളിൽ കൂടുതൽ വിശ്വാസവും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലും കൂടുതൽ വിശ്വാസവും, അത് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത്? ഫിയർ ഓഫ് എന്താ പറയുക, ജഡ്ജ്മെന്റ് ആണോ? ഫിയർ ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണോ? നിങ്ങളെ മറ്റു ചെറുപ്പത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടു, തെറ്റിദ്ധരിക്കപ്പെട്ടു, ജഡ്ജ് ചെയ്യപ്പെട്ടു, നിങ്ങളെ പരിഹസിക്കപ്പെട്ടു ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് വലിയ പെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അടുത്തത് എന്താണ്? അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്തില്ല. രണ്ടാമതാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റന്റ് മാർക്കറ്റിംഗ്. കൺസിസ്റ്റൻസിയുടെ പ്രശ്നമാണ്. കൺസിസ്റ്റൻസിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? കൺസിസ്റ്റൻസിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല, വല്ലപ്പോഴൊക്കെ ചെയ്യും. എന്താ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയുടെ പ്രോബ്ലം എന്താ നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി വരുന്നത് ലാക്ക് ഓഫ് സെൽഫ് ഡിസിപ്ലിനിൽ നിന്നാണ്. സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. അതിന്റെ കാരണം എന്താ? പ്രസൻസ് ഓഫ് സ്ട്രെസ് അവോയ്ഡിങ് ബിഹേവിയർ. അതായത് നമ്മൾക്ക് സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം. കാരണം മാർക്കറ്റിംഗ് സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ പണിയെടുക്കണം. യെസ് ഓർ നോ? മാർക്കറ്റിംഗ് ആവട്ടെ, ബിസിനസ്സിൽ ഏത് പരിപാടിയാണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ അതിൽ സ്ഥിരമായിട്ട് പണിയെടുക്കണം. ഈ സ്ഥിരമായിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചാലഞ്ചസ് വരികയാണ്, സ്ഥിരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന എസ്കേപ്പിസം ബിഹേവിയർ ഉണ്ട്. കാരണം ഇത് സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ മടിയാണ്. അപ്പൊ എസ്കേപ്പിസം ആണ് പ്രോബ്ലം. റണ്ണിങ് അവേ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇതെങ്ങനെ വരുന്നതാണ്? ഉത്തരവാദിത്തങ്ങളെല്ലാം സ്ട്രെസ് ആയിട്ട് കാണുന്നു. അതിന്റെ കാരണം നോട്ട് ഫീലിംഗ് സേഫ് ഇൻ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്ന് വെച്ചോളൂ. നമ്മളുടെ ചെറുപ്പത്തിൽ പല സിറ്റുവേഷനും വന്ന സമയത്ത് ഇതേപോലെ നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്തില്ല. അപ്പൊ സേഫ്റ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പണിയെടുക്കാതെ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നത്. ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യും. ഈ സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് ഓഫ് അബാൻഡൻമെന്റ്. ഒന്നുകിൽ നമ്മൾ ചെറുപ്പത്തിൽ നല്ല അബാൻഡൻമെന്റ് അനുഭവിച്ചു. ചെറുപ്പത്തിൽ നിങ്ങൾ അബാൻഡൻമെന്റ്, അതായത് നിങ്ങളെ ഒഴിവാക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഫിയർ വന്നിട്ടുണ്ടാവും, സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഈ സ്ട്രെസ് ഇതേപോലെ ട്രിഗർ ചെയ്യും. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണമല്ലോ, നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. അതൊരു വല്ലാത്ത സ്ട്രെസ്സാണ്. അത് ചിലർക്ക് വരും. അതേപോലെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഫോഴ്സ്ഡ് ചൈൽഡ്ഹുഡ് ലേബർ. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നിർബന്ധിച്ചുകൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഫോഴ്സ് ചെയ്തിട്ട് ആ പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലാതെ ജോലി ചെയ്തിട്ടുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഫോഴ്സ്ഡ് ലേബർ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ടെൻഡൻസി ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞിരിക്കുന്ന ടാസ്കുകൾ വരുമ്പോൾ ഉത്തരവാദിത്തം, ജോലി ഇഷ്ടമല്ല. കാരണം ചെറുപ്പത്തിൽ ജോലി വന്നതൊക്കെ പെയിൻഫുൾ ആയിട്ടാണ്, ഇഷ്ടത്തോടു കൂടിയല്ല ചെറുപ്പത്തിൽ. അപ്പൊ ചെറുപ്പത്തിൽ ഫോഴ്സ്ഡ് ലേബർ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? അത് നിങ്ങൾക്ക് പെയിൻ ആയിട്ട് മാറും. കളിച്ച് നടക്കേണ്ട സമയത്ത് ചിലർക്ക് അത് ജോലി എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യം. ചിലർക്ക് എന്താ വെച്ചാല് ഓവർ പാമ്പറിങ് കിട്ടി. ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഒരു ജോലിയോ ഒരു സംഗതികളോ ഒരു ഉത്തരവാദിത്തങ്ങളോ സ്വയം ചെയ്ത് പരിചയമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഫീൽ മേ ബി ഇതായിരിക്കാം. അപ്പൊ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഒരു പ്രശ്നമാണ്. അടുത്തത് എന്താ പറഞ്ഞത്? അറിയില്ല എന്നുള്ളത് കൊണ്ട്, മാർക്കറ്റിംഗ് അറിയില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ പഠിക്കാനുള്ള മൈൻഡ് ഇല്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല. ഇതായിരിക്കാം റീസൺ. അപ്പൊ പഠിക്കാൻ കഴിയാത്തതിന്റെ കാരണം കൊണ്ടാണോ പഠിക്കാൻ കഴിയാത്തത്? അതല്ല വീണ്ടും ഇതേ സംഗതിയിലേക്ക് തന്നെയാണോ വീണ്ടും പോകുന്നത്? അതായത് പഠിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആണ്, അത് ഞാൻ ഇനി പഠിച്ചെടുത്തിട്ട് വേണം, എന്നിട്ട് ഞാൻ അത് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ മൈൻഡ് സെറ്റ്. വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ചോദിക്കുക. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ എന്താ വെച്ചാൽ കമന്റ് ചെയ്തിട്ടുണ്ട്, പല എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉണ്ട്, സ്ട്രക്ക് ഉണ്ട്. ജസീല പറയുന്നു, ഓക്കെ, വെരി ഗുഡ്. വറീഡ് ആവേണ്ട, അത് പതിയെ റെഡി ആയിക്കോളും, നമുക്ക് റെഡിയാക്കി എടുക്കാം. എഡ്യൂക്കേഷൻ പ്രോബ്ലം ഉണ്ട്. അതേപോലെ മിനി പറയുന്നു ഒന്നുണ്ട്,
14 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, 1, 4, 8, 12 ഉണ്ട്. അനിത, നിങ്ങൾക്ക് 1, 8, 9 ആരാ പറഞ്ഞിട്ടുള്ളത്? കമർജാൻ. അപ്പൊ നിങ്ങളുടെ ഇഷ്യൂസ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഫൈനാൻഷ്യൽ ബ്ലോക്കിലേക്ക് വരാം. ഫൈനാൻഷ്യൽ ബ്ലോക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ? അബണ്ടൻസ് ബ്ലോക്ക് വരുന്നതിന് ചെറുപ്പത്തിൽ ഒരുപാട് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഫൈനാൻഷ്യൽ ബ്ലോക്ക് വരും. പണത്തോട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിൽ, ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ പെയിൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതൊരു ഫൈനാൻഷ്യൽ ബ്ലോക്ക് ആയിട്ട് കിടക്കും. പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയിൽ നിങ്ങൾ ആ ചെറുപ്പത്തിൽ പണം ചോദിച്ച സമയത്തോ, അല്ലെങ്കിൽ ഒരു മിഠായി വാങ്ങി തരുമെന്ന് ചോദിച്ച സമയത്തോ, അതിലൊരു കളിപ്പാട്ടം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ച സമയത്തോ, സ്കൂളിൽ ഒരു എക്സ്കർഷന് പോകട്ടെ എന്ന് ചോദിച്ച സമയത്തോ, അല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് സംഗതികൾ ചോദിച്ച സമയത്തൊക്കെ പ്രോപ്പറായിട്ട് പണവുമായി ബന്ധപ്പെട്ട് പണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇല്ലായ്മയുടെ ബ്ലോക്ക് ഉണ്ട്, ഒരു ലാക്ക് ഉണ്ട്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രയാസമാണ്. ആ സംഗതി ഉള്ളത് കൊണ്ട് വെച്ചാൽ ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാവും. ഇനി ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് പണം വന്ന പണത്തെ വരുന്നുണ്ട്, പണം വരുത്താൻ അറിയാം, പക്ഷെ വരുന്ന പണത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാക്ക് ഓഫ്, അതായത് പണം ചെലവഴിച്ചു പോവുക. ഈ ചെലവഴിച്ചു പോകുന്നതിന്റെ കാര്യം എന്താണ്? ചെറുപ്പത്തിൽ വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല, അംഗീകാരം കിട്ടിയിട്ടില്ല. ഒരുപാട് പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ സെൽഫ് വർത്ത് തീരെ ഫീൽ ചെയ്യില്ല. സെൽഫ് വർത്ത് തീരെ ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സ്വയം ഒരു വാല്യൂ ഫീൽ ചെയ്യുന്നില്ല, സ്വയം ഒരു വില ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഫൈനാൻഷ്യൽ നമുക്ക് എന്താ വെച്ചാൽ പണം വന്നു കഴിഞ്ഞാൽ ആ പണം നമ്മൾ ചെലവഴിക്കുകയാണ്. ചെലവഴിക്കുന്നതിൽ എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മളുടെ വില കണ്ടെത്താൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ഷോപ്പിംഗ് നടത്തുന്നു, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു, വില കൂടിയ കാറ് വാങ്ങുന്നു, വില കൂടിയ വാഹനം വാങ്ങുന്നു, വില കൂടിയ സംഗതികൾ വാങ്ങിച്ചിട്ട് പണം ചെലവഴിച്ച് കളയുക, മറ്റുള്ളവരുടെ മുൻപിൽ വില കൂട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? സ്വയം ചോദിക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ വില കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് ചെയ്യുക? കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണത്തെ ചെലവഴിക്കുന്ന സ്വഭാവമാണ്. ഇതെന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ സെൽഫ് ലവ് കുറവായതുകൊണ്ടും സെൽഫ് വർത്ത് ഇല്ലാത്തത് കൊണ്ടുമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പണം വരാൻ കഴിയാത്ത ഒരു പ്രോബ്ലം, വരുത്താൻ കഴിയില്ല ചിലർക്ക്. വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെലവഴിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള എത്രയോ ആൾക്കാരുണ്ട്, അവരുടെ പണം അങ്ങനെ വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ റീസൺ എന്താ വെച്ചാൽ ഉള്ളില് സ്വയം വാല്യൂ ഫീൽ ചെയ്യുന്നില്ല. രണ്ടാമതാണ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ. അപ്പോൾ നന്നായി ക്യാഷ് ഉള്ളവർ നന്നായി ചെലവഴിക്കുന്നത്, അപ്പോൾ നന്നായി ക്യാഷ് ഉള്ളവർ നന്നായി ചെലവഴിക്കുന്നതോ എന്നാണോ ചോദ്യം, ഷമീന? തീർച്ചയായിട്ടും നന്നായിട്ട് ക്യാഷ് ഉള്ളവർ നന്നായിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. അവർക്ക് അവർ ചെലവഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്യാഷ് വരും. എന്നാൽ ഈ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ക്യാഷ് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ചെലവഴിച്ചുകൊണ്ടിരിക്കും, കടം വാങ്ങി ചെലവഴിക്കുക, ഈ സ്വഭാവമൊക്കെ ഉണ്ട്. അതാണ് പ്രോബ്ലം. അവർ കടം വാങ്ങി ചെലവഴിക്കുക, കൂടുതൽ ചെലവഴിക്കുക. ഇവർക്ക് ഒരിക്കലും മതിയാവില്ല, എത്ര ചെലവഴിച്ചാലും മതി. ഇതൊരു സ്പെൻഡിങ് ഹാബിറ്റ്സ് ആയിട്ട് മാറും. മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുൻപിൽ വില കിട്ടാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ അത്രയും അബാൻഡൻമെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അവഗണന കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവര് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തോ പവർഫുൾ ആണ്, ഞാൻ എന്തോ ശക്തമാണ്, ഈ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൊണ്ട് പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കിട്ടില്ല. അപ്പൊ അത് ഹീൽ ചെയ്യണം. അവിടെ സെൽഫ് ലവ് കൊടുക്കണം, ചെറുപ്പത്തിൽ ആ പെയിന് ഹീൽ ചെയ്യണം. എന്നിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് നമ്പേഴ്സ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഫൈനാൻഷ്യൽ പണം വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? പണം വരുത്താൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫിയർ ഓഫ് ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് പണം വരില്ല. കാരണം മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത്, പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണം. ചെറുപ്പത്തിൽ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാവും. നെക്സ്റ്റ് എന്താണ്? ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് നമ്പേഴ്സ്. കണക്ക് നോക്കണം, ബിസിനസ്സിലെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം, കാര്യങ്ങൾ നോക്കണം. എന്താ കാര്യം?
കണക്കുകൾ, നമ്പറുകളോട് പേടി. അതിന്റെ കാര്യം എന്തായിരിക്കും? നമ്പറുകളോട് പേടി വരുന്നത് ചെറുപ്പം മുതലേ സ്കൂളിൽ പോയിരുന്ന സമയത്ത് മാത്സ് വിഷയവുമായി ബന്ധപ്പെട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പഠിക്കുന്ന സമയത്ത് അക്കങ്ങളോട് പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയതിന്, ഹോംവർക്ക് ചെയ്യാൻ കഴിയാത്തതിന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറുപ്പത്തിലുള്ള നമ്പറുകളുമായിട്ട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ ഇഷ്ടമുണ്ടാവില്ല, താല്പര്യമുണ്ടാവില്ല, ഇവർ നോക്കില്ല. ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആയിരിക്കില്ല ഇവർക്ക്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ അതൊരു വലിയ സ്ട്രഗിൾ ആയിട്ട് മാറും. ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു? കാരണം ചെറുപ്പം മുതലേ ഫിയർ ഓഫ് നമ്പേഴ്സ് ഉണ്ട് ചില ആൾക്കാർക്ക്. യെസ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അബ്ദുൽ ലത്തീഫ് പറയുന്നു യെസ്. അപ്പൊ അതെന്ത് ചെയ്യണം? ജസീല പറയുന്നു. അപ്പൊ അതെന്ത് വെച്ചാൽ ചെറുപ്പം മുതൽ എന്ന് വെച്ചാൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതെന്ത് വെച്ചാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വെച്ചാൽ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട സംഗതിയാണ്. ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷന്റെ പേരിൽ പ്രശ്നം. അടുത്തതാണ് ഫിയർ ഓഫ് റിസ്ക് ടേക്കിംഗ്. ഫിയർ ഓഫ് റിസ്ക് ടേക്കിങ്ങിന്റെ കാരണം എന്താ? റിസ്ക് എടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വരുന്നില്ല, മാർക്കറ്റിംഗ് ചെയ്യൽ റിസ്ക് എടുക്കലാണ്, സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യൽ റിസ്ക് എടുക്കലാണ്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഫിയർ ഓഫ് റിസ്ക് ടേക്കിംഗ് വരുന്നത് ഫിയർ ഓഫ് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് സംഭവിക്കുമോ എന്നുള്ള പ്രശ്നമാണ്. ഇത് എവിടുന്ന് വരുന്നതാണ്? ഫിയർ ഓഫ് കൺട്രോൾഡ് പാരന്റിങ്. ഭയങ്കരമായിട്ട് ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള പാരന്റിങ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ സ്ക്രീനിൽ കളിക്കരുത് പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, സ്ക്രീൻ ഒഴിവാക്കണം ദയവ് ചെയ്ത്. ആരാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ, താങ്ക് യു. സോ പറഞ്ഞ ഫിയർ ഓഫ് റിസ്ക്, ഫിയർ ഓഫ് കൺട്രോൾഡ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഫാദർ ഭയങ്കരമായിട്ട് ഷോക്കിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക, നന്നായിട്ട് ഷൗട്ട് ചെയ്യുക. നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്യുക ചെറുപ്പത്തിൽ. അങ്ങനെ കിട്ടിയിട്ടുള്ള, അങ്ങനെ വളർന്നിട്ടുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് കൺട്രോൾ സംഗതികളും കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ആൾക്ക് റിസ്ക് എടുക്കാനുള്ള പേടി കൂടുതലായിരിക്കും. കാരണം ഫാദറിന്റെ മുൻപിൽ മിസ്റ്റേക്ക് വരുത്തോ എന്നുള്ള പേടി ഉള്ളത് കൊണ്ട് ഫിയർ ഓഫ് റിസ്ക് ടേക്കിംഗ് വരും. റിസ്ക് എടുക്കാൻ പേടിയുണ്ടാവും. ക്ലിയർ ആണോ? നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്തേ പറ്റൂ. പക്ഷെ റിസ്ക് എന്തുകൊണ്ട് എടുക്കുന്നില്ല? അതാണ് അംബുജാക്ഷി സാർ ചോദ്യം. ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്. നമുക്കെല്ലാം അറിയാം റിസ്ക് എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ ആൾക്കാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ദം? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എന്താണ് ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യുന്നത്? സോ അത് അവരുടെ ഇന്നറിൽ ഉള്ളിലുള്ള, അപ്പൊ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ അപ്പൊ ആ പാരന്റും ആ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസുകൾ എടുത്തിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതികൾക്കൊക്കെ ധൈര്യം വന്നു തുടങ്ങും. ആ ബ്ലോക്ക് റിമൂവ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫിയർ ഓഫ് റിസ്ക് ടേക്കിംഗ് വരും. ചെറിയ രീതിയിൽ എല്ലാവരും എടുക്കുന്നുണ്ട്, പക്ഷെ വലിയ രീതിയിൽ എടുത്താലേ വലിയ റിസ്ക് നമ്മൾ, അപ്പൊ ആ മിസ്റ്റേക്ക് വരും എന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ, മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് എന്താണ്? ലാക്ക് ഓഫ് ട്രസ്റ്റ് ഫോർ കൊളാബറേഷൻ. ലാക്ക് ഓഫ് ട്രസ്റ്റ്, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഉള്ള പ്രശ്നം. നിങ്ങളുടെ ബിസിനസ് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരും. ബിസിനസ്സിൽ റിസ്ക് എടുത്താലേ വളരുള്ളൂ, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റിസ്ക് എടുക്കാത്തതുകൊണ്ടായിരിക്കും, പുതിയ ഡിസിഷൻസ് എടുത്തിട്ട് വെച്ചാൽ ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ പറ്റാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ റിസ്ക് എടുക്കാൻ കഴിയാത്തത്? ബിസിനസ്സിൽ റിസ്ക് എടുത്താലേ വളരുള്ളൂ. ടീമിനെ ബിൽഡ് ചെയ്യാൻ റിസ്ക് എടുക്കലാണ്, പുതിയ ഓഫീസിലേക്ക് മാറൽ റിസ്ക് എടുക്കലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാൻ റിസ്ക് എടുക്കലാണ്, ഒരു സെയിൽസ് സിസ്റ്റം കൊണ്ടുവരൽ റിസ്ക് എടുക്കലാണ്. വി ഹാവ് ടു ടേക്ക് ന്യൂ ഡിസിഷൻസ്. എന്തുകൊണ്ട് എടുക്കുന്നില്ല? അല്ലെങ്കിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പുതിയ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും, എന്തോ ഒരു പേടി. അപ്പൊ ആ റിസ്ക് എടുക്കാൻ കഴിയാതെ, അപ്പൊ റിസ്ക് ചിലപ്പോൾ നല്ല ബിഗ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, അത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ അത് എടുക്കണോ വേണ്ടിയോ പേടി. അതേപോലെ തന്നെയാണെന്ന് വെച്ചാൽ റിസ്ക് എടുക്കേണ്ട മറ്റൊരു ഫോമാണ് ബിസിനസ്സിൽ കൊളാബറേഷൻ വേണ്ടി വരും. നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കുന്ന വെച്ചാൽ നല്ല രീതിയിലേക്ക് ബിസിനസ് ഗ്രോ ചെയ്യുമായിരിക്കും. മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എന്താണ് പ്രശ്നം? അസോസിയേറ്റ് ചെയ്യാൻ എന്താണ് പ്രശ്നം?
ഫിയർ ഓഫ് ബീയിങ് ട്രാപ്ഡ്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ട്രാപ്ഡ് ആയി പോകുമോ? അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് പ്രശ്നം. എന്താണ് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്? അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്നത് പോലെ ചെയ്യേണ്ടി വരില്ലേ? എന്റെ സ്വാതന്ത്ര്യം പോകില്ലേ? എന്താ കാര്യം? ചെറുപ്പത്തിൽ തീരെ സ്വാതന്ത്ര്യം കിട്ടാതെ വളർന്നിട്ടുള്ള, കൺട്രോൾഡ് പാരന്റിങ്ങിൽ വളർന്നിട്ടുള്ള ആൾക്ക് ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറും. അതായത് ഫ്രീഡം വേണം, പക്ഷേ ആ ഫ്രീഡം ഓവർ പ്രാധാന്യം വരിക. അതായത് ഫ്രീഡം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഫിയർ ഓഫ് കൺട്രോൾ ആണ്. ഇത് എവിടുന്ന് വരുന്നതാണ്? കൺട്രോൾഡ് പാരന്റിങ്ങിൽ നിന്നാണ്. ചെറുപ്പത്തിൽ കൺട്രോൾഡ്, ഭയങ്കരമായിട്ടുള്ള കൺട്രോൾഡ് പാരന്റിങ്. അംബുജാക്ഷൻ സാറിന് ഇപ്പൊ കിട്ടി, ഉത്തരം കിട്ടി. സോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? അപ്പൊ കൺട്രോൾഡ് പാരന്റിങ്ങിൽ നിന്നാണ്. അപ്പൊ അതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ ഹീൽ ചെയ്യണം. അത് ഹീൽ ചെയ്യുമ്പോൾ ചെറുപ്പത്തിലെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഐ മീൻ മാതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫാമിലിയിലെ റിലേഷൻഷിപ്പിലോ ആരും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കില്ല വളർന്നത്, ബന്ധുക്ക വീട്ടിലായിരിക്കാം, അവിടെ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കാം. അത് അവിടെ കടന്നിട്ടുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫിയർ ഓഫ് ബീങ് ട്രാപ്ഡ്. ട്രാപ്പ് ആകുമോ അവര്? അല്ലെങ്കിൽ അവരുടെ അടുത്ത പേടി എന്താ? ലാക്ക് ഓഫ് കോളബറേഷൻ്റെത്, അവർക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ കഴിയില്ല. ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അവരായിട്ട് വർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിലോ, പ്രശ്നങ്ങളായാലോ, അതും ആകാം റീസൺ. അതും അല്ലെങ്കിൽ വേറെ എന്തായിരിക്കാം? അങ്ങനെ ഒത്തുപോകാൻ പറ്റാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന, അസോസിയേറ്റ് ചെയ്ത് പോകുന്നതിനിടയിൽ ചിലപ്പോൾ എന്തുണ്ടാകും? അസോസിയേറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയാത്ത ഇഷ്യൂ. ചിലർക്ക് എന്താ വെച്ചാൽ ലാക്ക് ഓഫ് കൊളാബറേഷൻ എന്താണ്? ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കൊളാബറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ആ കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്കൊരു വിത്ഡ്രോയിങ് പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മളൊരു ഇൻട്രോവേർട്ട് ആണ് നമുക്ക് തോന്നുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ചെറുപ്പത്തിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സുകളോ സംഗതികളോ റിലേറ്റീവ്സോ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇതൊരു കാരണമാവാം. മനസ്സിലാവുന്നുണ്ടോ? ചെറുപ്പത്തിൽ നല്ല ബന്ധങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ കുടുംബ ബന്ധങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഫാമിലിയിൽ സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ പെയിൻഫുൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ എക്സ്പീരിയൻസിലൂടെ അത് നിങ്ങളെയും ബാധിച്ചിട്ടുണ്ടാകാം. സോ നിങ്ങൾക്കെന്ത് വെച്ചാൽ മറ്റുള്ളവരിൽ വിശ്വാസമില്ല, ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമില്ല, ബന്ധങ്ങൾക്ക് വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കംഫർട്ട് സോണിലുള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രം, നിങ്ങൾക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന സുഹൃത്തുക്കളോട് മാത്രമേ നിങ്ങൾ ബന്ധം നിലനിർത്തുള്ളൂ. അതല്ലാത്തവരുടെ ബന്ധം നിലനിർത്തില്ല. അപ്പൊ ഇതൊരു വലിയ ബ്ലോക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കൊളാബറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, സഹകരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുമായിരിക്കും, ഒരുപാട് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും, ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റും, ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പല ബിസിനസ്സുകളും പ്രൊജക്ടുകളും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങൾ വിഡ്രോ ചെയ്യാണ്, റണ്ണിങ് അവേ ഇൻസ്റ്റിൻക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് കാര്യങ്ങൾ സുഖം എന്നുള്ള നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക്. കാരണം അവിടെയാണ് നിങ്ങൾ സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. കാരണം ചെറുപ്പം മുതലേ അത് അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒറ്റയാനായി പോകും നിങ്ങൾ. അങ്ങനെ നിങ്ങൾ കൊളാബറേഷൻ കപ്പാസിറ്റി ഇല്ലാതെ. അപ്പൊ അത് ഹീൽ ചെയ്ത് കളയണം. വി ഹാവ് ടു ഹീൽ. എന്നിട്ട് അതിന് ആ റിലേഷൻഷിപ്പ് പതിയെ നെർച്ചർ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആ കപ്പാസിറ്റി, ഒരു കോപ്പിംഗ് മെക്കാനിസം ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ? സോ അത്തരത്തിലുള്ള സംഗതികളിലേക്ക് നമ്മൾ വരണം. അടുത്തത് എന്താണ്? അല്ലെ, ലാക്ക് ഓഫ് കൊളാബറേഷൻ, ഫിയർ ഓഫ് ബീങ് ട്രാപ്ഡ്. അതേപോലെ തന്നെയാണ് ലാക്ക് ഓഫ് ടീം ബിൽഡിംഗ് സ്കിൽ സെറ്റ്. ചില ആൾക്കാരുടെ ബിസിനസ് വളരാത്തതിന്റെ കാരണം ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ അതേഴ്സ് ആൻഡ് ഫിയർ ഓഫ് ഫൈനാൻഷ്യൽ ലയബിലിറ്റി. മറ്റുള്ളവരിൽ വിശ്വസിക്കാനുള്ള കഴിവില്ല, മറ്റുള്ളവരുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഞാൻ ചെയ്താല് റെഡി ആവുള്ളൂ. പെർഫെക്ഷനിസം തിങ്കിങ്. അതെങ്ങനെയാ വരുന്നത്? എല്ലാം ഞാൻ ചെയ്യാം.
അതിന്റെ കാരണം എന്താ? ചെറുപ്പത്തിൽ മറ്റുള്ളവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ഇതിനു മുൻപ് പണി കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെറുപ്പത്തിൽ അനുഭവിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ പ്രീവിയസ് പാർട്ണർഷിപ്പിൽ സംഭവിച്ചതും ആകാം. മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള കഴിവില്ല. അത് ചെറുപ്പത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ചെറുപ്പത്തിൽ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ സംഗതികൾ നമുക്ക് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് ബ്ലോക്ക് പോലെ തന്നെയാണ്. പിന്നുള്ളത് എന്താണ്? ടീം ബിൽഡ് ചെയ്യാത്തതിന്റെ കാരണം ഫിയർ ഓഫ് ഫൈനാൻഷ്യൽ ലയബിലിറ്റി. ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫൈനാൻഷ്യൽ ലയബിലിറ്റിയിലേക്ക് പോകുമോ എന്നുള്ള പേടി. അത് എവിടുന്ന വരുന്നത്? നേരത്തെ പറഞ്ഞ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്. അങ്ങനെ അതൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്ന കൺട്രോൾഡ് പാരന്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് കൺട്രോൾഡ് പാരന്റിങ് ഒരു വലിയ പ്രശ്നമായിട്ട് വരും നമ്മുടെ പല ബ്ലോക്കുകളിലും. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഓർ കരിയർ ബ്ലോക്ക്. നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, നമ്മുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രശ്നമാണ്. അത് അവിടുന്ന് എന്താണ്? അത് എങ്ങനെയാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ടപ്പോൾ പല വിഷയങ്ങളും പഠിക്കാൻ പറഞ്ഞപ്പോൾ ആ വിഷയങ്ങൾ പഠിക്കാൻ കഴിയാതിരിക്കുക. അങ്ങനെ നീ ഒരു പൊട്ടനാണോ, നീ എന്താ മറ്റുള്ളവനെ കണ്ടുപിടിക്കുക, അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുന്ന കമ്പാരിസൺ മനസ്സിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മളുടെ ട്രൂ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുക. നമുക്ക് നമ്മളോടുള്ള സെൽഫ് വർത്ത് നഷ്ടപ്പെടുക. നമ്മൾ പോരാ എന്ന തോന്നലിൽ നിന്നാണ് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന തോന്നൽ വരും. ഞാനൊരു പൊട്ടനാണ്, ഇത്തരത്തിലുള്ള അതായത് അത്തരത്തിലുള്ള കമാൻഡുകൾ കിട്ടി നമ്മൾ സ്വയം വെറുത്തു പോകുന്ന, സ്വയം കഴിവില്ലാത്തവനാണെന്നുള്ള സെൽഫ് ഇമേജ് കറക്റ്റ് അല്ലാതിരിക്കാം. സെൽഫ് ഇമേജ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള സെൽഫ് ഇമേജ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ സെൽഫ് ഇമേജ് ഇല്ലാത്തതിന് കാരണം വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷനോ റെക്കഗ്നേഷനോ കിട്ടിയിട്ടില്ല. പകരം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ബ്ലെയിമിങ്ങുമാണ് ചെറുപ്പത്തിൽ ലഭിച്ചത് എങ്കിൽ നമ്മുടെ മിസ്റ്റേക്സുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളുടെ മനസ്സിലാവുന്നുണ്ടോ സെൽഫ് വെർത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ട് ബിസിനസ്സിന് സോൾവ് ചെയ്യാൻ കഴിയില്ല. പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇല്ലേ, അത് കുറവുണ്ടോ? അതിന്റെ കാരണം ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ബ്ലെയിമിംഗ് ആണ്, കുറ്റപ്പെടുത്തലുകൾ. അപ്പൊ അത് ചേഞ്ച് ചെയ്യണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഓർ ലാക്ക് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക, കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുക, ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആവാതിരിക്കുക. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് സ്ട്രെസ് അവോയ്ഡിങ് ബിഹേവിയർ. സ്ട്രെസ് അവോയ്ഡ് ചെയ്ത് പോവുക. കാരണം തുടർച്ചയായിട്ട് ജോലികൾ, ഞാൻ നേരത്തെ മാർക്കറ്റിംഗിന്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞില്ലേ, എസ്കേപ്പിസം. നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് പോകണം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സ്വഭാവമാണ് ഇത്. ഫോഴ്സ്ഡ് ചൈൽഡ്ഹുഡ് ലേബറോ അല്ലെങ്കിൽ അബാൻഡൻമെന്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടി പോവുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പേടിയുള്ള മാഷ്, നിങ്ങൾ ടീച്ചേഴ്സോ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള അധ്യാപകരായിട്ടുള്ള ആൾക്കാർ നല്ല ഫിയർ തന്നിട്ടുള്ള ആൾക്കാരാണ്. ഹോംവർക്കിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, ആ ഹോംവർക്ക്, ആ ക്ലാസ്സിലേക്ക് പോകുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്, ഹോംവർക്കുള്ള ദിവസം പിന്നെ സ്പെഷ്യൽ, അതൊക്കെ ഭയങ്കര ഫിയർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് ആൻ ഇഷ്യൂ. ഇതൊക്കെ ഒരുവിധം ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ പലരും ഇതെന്താ വെച്ചാൽ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നീട് അത് ക്ലിയർ ആയിരുന്നു. ചിലർക്ക് അത് നന്നായിട്ട് ബാധിച്ചു. എല്ലാവരും ഒരേപോലെ ബാധിക്കില്ല. ചില ആൾക്കാരെ നന്നായിട്ട് അത് ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഫിയറുകൾ നമുക്കറിയില്ല, എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ പലരും ഇതെടുത്ത രീതിയും ബാധിച്ച രീതിയും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് എന്താണ്? ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ ഗോൾ. ഗോളില് ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടു മച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ലാക്ക് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറഞ്ഞോ? ലാക്ക് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇനി പറയാനുള്ളത് ഫിയർ ഓഫ് ചേഞ്ച്. മാറ്റങ്ങൾ വരുത്താനുള്ള പേടി. പുതിയ മാറ്റങ്ങൾ വരും, മാർക്കറ്റിൽ മാറ്റം സംഭവിക്കും, അതിനോട് മാറാൻ തയ്യാറാവണം. മാറാൻ പേടിയാണ്. പഴയ സംഗതികൾ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കാരണം പുതിയ ആൾക്കാർ പുതിയ മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലം വന്നു, ഇന്റർനെറ്റിന്റെ കാലം വന്നു, ഇമെയിൽ മാർക്കറ്റിംഗിന്റെ കാലം വന്നു, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ കാലം വന്നു.
വ്ളോഗേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അതിലേക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്, ഇപ്പോഴും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണ്, ഇപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. കാലം മാറിയിട്ട് മാറാത്ത ആൾക്കാരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ. ഫിയർ ഓഫ് ചേഞ്ച്. നിങ്ങൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് AI മാർക്കറ്റിംഗിലേക്ക് ഇപ്പൊ ഞാൻ പോയി തുടങ്ങുകയാണ്, അതിലേക്ക് എന്തുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല? വൈ വി ആർ നോട്ട് ചേഞ്ചിങ്? ചേഞ്ച് ചെയ്യേണ്ടതിന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ടതിന് എന്തുകൊണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല? അപ്പൊ അങ്ങനെ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റം ഉണ്ടാവില്ല, വളർച്ചയിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ആ മാറ്റം കൊണ്ടുവരണം. എന്താ കാര്യം? നമുക്ക് അറ്റാച്ച്മെന്റ് ആണ്. ലാക്ക് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഒരു കാര്യം ഫിയർ ഓഫ് ചേഞ്ച് ആണ്. മാറ്റങ്ങൾ വരുന്നത് പേടിയാണ്. കാരണം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട്, പല സ്കൂളുകളിലായിട്ട് പഠിക്കേണ്ടി വന്നിട്ടുണ്ടോ? പല വീടുകളിലായിട്ട് സ്ഥിരമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വീട് ഫീൽ ചെയ്തിട്ടില്ല. ചെറുപ്പകാലത്ത് നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് പേടിയാണ്. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് താമസിക്കേണ്ടി വരിക, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേഞ്ച് നിങ്ങൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല ചെറുപ്പത്തില്. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതും അല്ലെങ്കിൽ എന്താണ്? ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് സെർട്ടൻ പാറ്റേൺസിനോട്. പുതിയ മാറ്റങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ സംഗതികൾ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്. നിലവിൽ ഇങ്ങനെ നടന്നു പോകുന്ന സംഗതികൾ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. പുതിയതിനോട് പേടിയാണ്. പുതിയ ആൾക്കാരെ പേടി, പുതിയ സ്ഥലങ്ങളെ പേടി. കാരണം നിങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വീട്ടിലിട്ട് നിങ്ങളെ പാമ്പർ ചെയ്ത് വളർത്തി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പാമ്പർ ചെയ്തിട്ട് പുറത്തു വിടാതെ വളർത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പേടിയായിരിക്കും പുതിയതിന്. കാരണം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ലൈഫ്, അൺനോണിന് ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത്തരത്തിലുള്ള കമാൻഡുകൾ, മിസ്റ്റേക്ക് വരുമോ എന്നുള്ള പേടി. അപ്പൊ അതെന്താ വെച്ചാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ചേഞ്ചിനെ ബാധിക്കും. അപ്പൊ ഉള്ളതിന് ഇപ്പൊ പോകുന്ന മെത്തേഡിന് സേഫ് ആണ്, ഇത് മതി, ഇത് മതി, ഇത് മതി, ഇതിന്റെ പുറത്ത് കിടക്കണ്ട. ഇതിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ അല്ലെ, പുറത്തു പോകാൻ പേടി, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടി. സ്ത്രീകളുടെയൊക്കെ ഒരുപാട് പേര്, കാരണം പെൺകുട്ടികൾ അത്രയ്ക്കും കൺട്രോൾഡ് ആയിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ഒരുപാട് സ്ത്രീകൾ പുറത്തു പോകരുത്, അങ്ങനെ സംഭവിക്കും, നീ പെണ്ണാണ്, ഇങ്ങനെ സംഭവിക്കും, അവർ ഉപദ്രവിക്കും, ഇവർ ഉപദ്രവിക്കും, അവർ ചെയ്യും, ഇത് ചെയ്യും, പെൺകുട്ടികളായ ശ്രദ്ധിക്കണം. ഇവർക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഭയങ്കര ഉണ്ടാവും. ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അങ്ങ് ഇറങ്ങി തിരിക്കില്ല. പക്ഷെ ഇവരെങ്ങാനും ഇറങ്ങി തിരിച്ചാലോ ആകെ പ്രശ്നമാവുകയും ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് കാലം സഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വെച്ചാൽ റിബൽ മൈൻഡ് സെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓവർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ പേടി വരും, അല്ലെങ്കിൽ റിബൽ മൈൻഡ് സെറ്റ് വരും. റിബൽ മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ പ്രതിഷേധം, പിന്നെ ചെയ്യുന്ന മുഴുവൻ അതായത് ഓവർ ടു മച്ച് റിസ്ക് ടേക്കിങ്ങിലേക്ക് പോകും, നോൺ കാൽക്കുലേറ്റഡ് റിസ്കിലേക്ക് പോകും. റിസ്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഇവർ ഭയങ്കര ഇമ്പൾസീവായി മാറും. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്തു പോകുന്ന, എല്ലാവരെയും എന്താ പറയാ, അങ്ങ് ആരെ വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അൺഹെൽത്തി ആയിട്ടുള്ള സംഗതിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. ഇപ്പൊ ഒരു പ്രതിഷേധമാണ്. ഓവറായിട്ട് കൺട്രോൾ ചെയ്തതിന്റെ പേരിൽ, പ്രതിഷേധത്തിന്റെ പേരിൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്നവർ ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെയുണ്ടാവും. അപ്പൊ ഇതിലേതാണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾക്ക് നോക്കേണ്ടി വരും. ടു മച്ച്, അതാണ് ചിലർക്ക് എന്ന് വെച്ചാൽ ടു മച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഭയങ്കരമായിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരിക. റിബൽ ആയതിന്റെ പേരിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരിക. അതായത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, സെൽഫ് എസ്റ്റീം ഇല്ലാത്തത് കൊണ്ട്, ഒരുപാട് കൺട്രോളോ അല്ലെങ്കിൽ ഒരുപാട് പരിഹാസമോ കേട്ടിട്ടുണ്ടെങ്കിൽ, ജഡ്ജ്മെന്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സെൽഫ് വർത്തില്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ടു മച്ച് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. ബിസിനസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോടി പിടിപ്പിക്കുക, ഓവറായിട്ട് ബിസിനസ് ഭയങ്കരമായിട്ട് നല്ല രീതിയിലേക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. ടു മച്ച് റിസ്ക് ടേക്കിംഗ് പറഞ്ഞില്ല, അതേപോലെ ടു മച്ച് ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കും. കാരണം ബിസിനസ് പ്രോഫിറ്റ് ആണോ നോക്കുന്നില്ല, ഗ്രോ ചെയ്യണം, ഗ്രോ ചെയ്യണം, ഗ്രോ ചെയ്യണം. ബിസിനസ് പ്രോഫിറ്റ് ആണ് ആവേണ്ടത്. പ്രോഫിറ്റ്സിന് പ്രാധാന്യം കൊടുക്കാതെ എന്തിന് പ്രാധാന്യം കൊടുക്കുക? ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓവറായിട്ട് ആൾക്കാരെ കാണിക്കണം, ഷോ ഓഫ് ദ പ്രോഗ്രസ്. ഞാൻ ഇത്ര വളർന്നു, എന്റെ ബിസിനസ് ഇത്ര വളർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലാകുന്നുണ്ടോ?
അപ്പൊ അതെന്ന് വെച്ചാൽ പലതും ചെയ്തു തന്നിട്ട് അതിനെപ്പറ്റി എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ബോസ്റ്റിംഗ് സ്വഭാവം. ആക്ച്വലി ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യണം, വൃത്തിക്ക് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇതിന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയല്ല. ആരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണം, ഞാനൊരു ബിസിനസ് മാനായിട്ട് വളർന്നിട്ട് അവാർഡൊക്കെ വാങ്ങിച്ചിട്ട്, റൈറ്റ്, ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതാണോ നിങ്ങളെ നയിക്കുന്നത്? ഇതാവരുത് നയിക്കുന്നത്. ബുദ്ധിക്ക് കളിക്കേണ്ട സംഗതിയാണ്. നല്ലോണം ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പോയിട്ട് വലിയ കുഴിയിൽ ചെന്ന് ചാടും. ആവശ്യമില്ലാത്ത പല ബിസിനസ്, അത് ഒന്നിലധികം ബിസിനസ് റൺ ചെയ്യണം, എനിക്കൊരു CEO ആവണം, എനിക്ക് വലിയൊരു എന്റർപ്രണർ ആവണം, ഞാൻ എന്തോ ആണ്, ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് നാട്ടിലെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഇനബിലിറ്റി മറച്ചു വെക്കാൻ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് നാട്ടുകാരുടെ മുൻപ് ആ സെൽഫ് വർത്തിന്റെ പ്രോബ്ലമാണ്. അതേപോലെ ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ ഗോളിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നില്ല, എസ്കേപ്പിസം. ഫൈനാൻഷ്യൽ ഗോള് മറന്നു പോവുക, ബിസിനസിന്റെ ഗോള് മറന്നു പോവുക. എന്താ കാര്യം? എസ്കേപ്പിസമാണ്, ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. മനസ്സിലാകുന്നില്ല? അവോയ്ഡൻസ് ബിഹേവിയർ ആണ്. ഉത്തരവാദിത്തങ്ങൾ മറന്നു പോയിട്ട് എന്താ വെച്ചാൽ എസ്കേപ്പിസം നമുക്ക് വരുന്നു. നമ്മൾ ഒന്നിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അടുത്തതിലേക്ക് പോകുന്നു, വേറെ രസങ്ങളിലേക്ക് പോകുന്നു, പെട്ടെന്നൊന്ന് ബോറടിക്കുന്നു. എന്താ പെട്ടെന്ന് ബോറടിക്കാനുള്ള കാരണം? ഒന്നിലും തൃപ്തിയില്ല. കാരണം മനസ്സുകൊണ്ട് ഒന്നിലും തൃപ്തി അടയുന്നില്ല, എത്ര കിട്ടിയിട്ടും മതിയാവുന്നില്ല. സെൽഫ് ലവിന്റെ കുറവാണ്. ഹാപ്പി അല്ല ഉള്ളു ഹാപ്പി അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് വരണം. കാരണം സേഫ്റ്റി ഫീൽ ചെയ്യണം. സേഫ്റ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഓടിപ്പോകുന്നത്. അതാണ് അടുത്തത്. എന്താ വെച്ചാൽ പ്രസൻസ് ഓഫ് അഡിക്ഷൻസിന്റെ പിന്നാലെ പോകുക. ഗോളിൽ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാതെ അഡിക്ഷൻസിന്റെ പിന്നാലെ പോവുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ പിന്നാലെ. അപ്പൊ അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഫ്രണ്ട്സ് ആവാം, ട്രിപ്പ് പോവുക, എൻജോയ്മെന്റ് ആവാം, ബിസിനസ്സിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ബാക്കിയുള്ള എൻജോയ്മെന്റും സംഗതികളുമായിട്ട് പോവുക. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഉള്ളുകൊണ്ട് ഹാപ്പി അല്ല, സാറ്റിസ്ഫൈഡ് അല്ല, മനസ്സ് തൃപ്തമല്ല, ഓടിക്കൊണ്ടേയിരിക്കുന്ന മൈൻഡാണ്. കണ്ടന്റ്മെന്റ് ഫീൽ ചെയ്യുന്നില്ല. കാരണം ചെറുപ്പത്തിലെ അത് അങ്ങനെയാണ്. അപ്പം എല്ലായ്പ്പോഴും എന്താ വെച്ചാൽ ഒരു അൺസർട്ടനിറ്റി, ഫിയർ ഫീൽ ചെയ്തിട്ടുള്ള മൈൻഡിൽ വരുന്നത്. അപ്പൊ ഇത് ചെറുപ്പത്തിലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ കാമാക്കി കൊണ്ടുവരാൻ പറ്റണം. പതിയെ ബിസിനസ്സിനെ വളർത്താനുള്ള ക്ഷമയുണ്ടാവണം. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഓടാനുള്ള ത്വര ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിലേക്ക് പോയിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ നോക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? നോട്ട് വില്ലിംഗ് ടു വർക്ക് ഹാർഡ്. വർക്ക് ചെയ്യാൻ തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ എന്താണ്? ഹാബിറ്റ് ഓഫ് സ്റ്റീലിംഗ് ഫ്രം ചൈൽഡ്ഹുഡ്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ചില കുട്ടികൾക്ക് എന്ന് വെച്ചാൽ മോഷ്ടിക്കുന്ന സ്വഭാവം, എല്ലാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പ വഴികൾ തേടുക, എക്സാമിന് കോപ്പി അടിക്കുക, അല്ലെങ്കിൽ എളുപ്പ വഴികൾ തേടുക. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടേണ്ട സ്നേഹം പ്രോപ്പറായിട്ട് കിട്ടുകയോ സംഗതികളോ ചെയ്യാതെ വരുമ്പോൾ റിബലായി മാറുകയും കുട്ടികൾ അങ്ങനെ റിബലായിട്ട് പണം ചോദിച്ച സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വീട്ടിൽ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി. അപ്പൊ ബിസിനസ്സിൽ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഫ്രോഡ് കാണിക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ബിസിനസ് പ്രോപ്പറായിട്ട് ഇവർ ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് എന്താ വെച്ചാൽ ഒരു മോഷണ സ്വഭാവമുണ്ട്. മോഷണ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നേടണം എന്നുള്ള സ്വഭാവം. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ആ ജോലി കറക്റ്റായിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നേരായ രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, എളുപ്പ വഴികളിലൂടെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം വരും. ഇങ്ങനെയുള്ള സ്വഭാവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളിൽ എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രോപ്പറായിട്ട് ബിസിനസ്സിനെ ശ്രദ്ധിക്കില്ല, പ്രോപ്പറായിട്ട് ബിസിനസ്സിന് ടേക്ക് കെയർ ചെയ്യില്ല. എന്തൊക്കെയോ ഒപ്പിച്ച് പോകുന്ന സംഗതി ഉണ്ടാവും. ആ സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഓവർ പാമ്പറിങ് കിട്ടി.
കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ എന്താ പറയുക, എളുപ്പത്തിൽ എളുപ്പത്തിൽ നടന്നു കിട്ടി. ചെറുപ്പകാലം എളുപ്പമായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള അറിയില്ല, അല്ലെങ്കിൽ അത് ഹാർഡ് വർക്ക് ഫേസ് ചെയ്യാൻ പേടിയാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വരുന്നില്ല. ഇതൊക്കെ പല ആൾക്കാർക്കും ലൈഫിൽ പിന്നീട് മാറുന്നത് എങ്ങനെയാണ്? അവരുടെ ലൈഫിൽ ഇതിനൊക്കെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്, മിസ്റ്റേക്സിൽ നിന്ന് അവർ പഠിക്കുകയാണ്. കാരണം ഒരു പാഠം നന്നായിട്ട് അടി കിട്ടുമ്പോൾ ഉള്ളിൽ ചേഞ്ച് സംഭവിക്കും, റീപ്രോഗ്രാമിംഗ് നടക്കും. ഇന്റൻസ് ആയിട്ടുള്ള നല്ല പണി കിട്ടുമെന്ന് വെച്ചാൽ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ആ പാഠം പഠിച്ചിട്ട് അവരെന്ത് ചെയ്യും, ചേഞ്ച് ആകും. അവരുടെ ഉള്ളിൽ റീപ്രോഗ്രാം, അവരുടെ ഉള്ളിൽ പുതിയൊരു, അതായത് നല്ലൊരു ട്രോമ പിന്നെ വേറെ കിട്ടുകയാണ്. ഇത് മൊത്തം ഇളകി മറിയുന്ന രീതിയിലൊരു ട്രോമ കിട്ടി. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, പുതിയൊരു ഡിസിഷൻ വരികയാണ്, ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഷിഫ്റ്റ് സംഭവിക്കും ഇവർ. അങ്ങനെ ഷിഫ്റ്റ് സംഭവിക്കുന്ന ആൾക്കാർ. എന്നാൽ പ്രോപ്പറായിട്ട് അങ്ങനെ ഷിഫ്റ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? മാനസാന്തരം സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ? എന്നാൽ ചിലർക്ക് എത്ര പണി കിട്ടിയാലും ചിലർക്ക് ചേഞ്ച് ആവില്ല, പാഠം പഠിക്കില്ല. അതിന്റെ കാരണം അത്രയ്ക്കും ഇതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് അവരുടെ ബിഹേവിയർ, ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റ് ബിക്കെയിം. അപ്പൊ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഗതികൾ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര ചെയ്യണം എന്നറിഞ്ഞാലും തുടർച്ച ഉണ്ടാവില്ല. വല്ലപ്പോഴും ഇത് നടക്കും, പിന്നെയും വീണ്ടും പഴയ പോലെ തന്നെ ആവും. അടുത്ത പ്രോബ്ലം എന്താ വെച്ചാൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ. അതെന്തുകൊണ്ടാ? നിങ്ങൾ ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്നു, നിങ്ങൾക്ക് ഫാമിലിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ ഫാമിലി ലൈഫ്, ബിസിനസ്മാൻമാർക്ക്, ചില ആൾക്കാർക്ക് നല്ല സ്ട്രഗ്ലിംഗ് വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലിയുടെ വാലിഡേഷനിൽ വലിയ വാലിഡേഷൻ ഒന്നും കിട്ടൂല, ഫാമിലിന്റെ അടുത്ത് വലിയ കയ്യടി ഒന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എക്സ്റ്റേണൽ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകും. ബിസിനസ് ഇങ്ങനെ ചെയ്യുക എന്നുള്ള ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് പോകും. ഫാമിലി ലൈഫ് പലപ്പോഴും ബിസിനസ്മാർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ചെറുപ്പത്തിലെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിലെ ബുള്ളിയിങ്ങും അല്ലെങ്കിൽ പരിഹാസമാണ് വീട്ടിൽ നിന്ന് കിട്ടിയത് എങ്കിൽ, ജഡ്ജ്മെന്റും സംഗതികളാണ് കിട്ടിയത് എങ്കിൽ, ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ സ്വന്തം ഫാമിലിയുടെ സപ്പോർട്ടിൽ വിശ്വാസം ഉണ്ടാവില്ല, ട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് പോകും. ഫാമിലി ലൈഫ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയി മാറും. അത് പിന്നെ ഇയാളുടെ ബിസിനസ്സിനെ ഇങ്ങനെ ഇയാൾക്കൊരു ബിസിനസ്സിൽ സപ്പോർട്ടോ ഗ്രോത്തോ വളർച്ചയോ ഇല്ലാതെ ഇങ്ങനെ എപ്പോഴും ഒരു അൺഹാപ്പിനെസ് ഇയാൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ബിസിനസ് ഗ്രോ ചെയ്യില്ല. കാരണം ഫാമിലി നല്ല സപ്പോർട്ട് കിട്ടണം. അത് നല്ല രീതിയിലേക്ക് ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് വളരാൻ പറ്റണം. അതിന് ഫാമിലിയിൽ വിശ്വാസം ഉണ്ടാവണം. അടുത്തത് എന്താണ്? അടുത്ത് പറയുന്നത് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ സർവീസസ് ദാൻ ബിസിനസ്. ബിസിനസിനെക്കാട്ടിലും പ്രാധാന്യം എന്ത് ചെയ്യുക, സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുറെ ബിസിനസ്മാൻമാരുണ്ട്. ബിസിനസ് അവിടെ ഉണ്ടാവും, പക്ഷെ സാമൂഹ്യ സേവനത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. അത് എവിടുന്ന് വരുന്നതാണ്? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഫാമിലി സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട്, കാരണം മറ്റുള്ളവർക്കുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് നല്ല ഇമേജ് കിട്ടും. നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടും. ഈ അപ്രീസിയേഷൻ തേടിയിട്ടാണ് അധികം ആൾക്കാരും സോഷ്യൽ സർവീസിന് പോകുന്നത്. എല്ലാവരും നന്മയുള്ളവരാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്തുകൊണ്ടാണ് നന്മ നമ്മൾ ഓവറായിട്ട് പ്രാധാന്യം കൊടുത്തു പോകുന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാലൻസ്ഡ് ആയിട്ടാണ് എല്ലാം പോകേണ്ടത്. എല്ലാം ബാലൻസ് ചെയ്ത് പോകണം. ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് എന്താ വെച്ചാൽ പ്രോഫിറ്റിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ഇതിൽ ഏത് ഇഷ്യൂ ആണ് നിങ്ങൾക്കുള്ളത്, എന്തുകൊണ്ടാണ് ഉള്ളത്, നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം വരുന്നുണ്ട്, 30 ഡേയ്സിന്റെ ഈ പ്രോഗ്രാം. അതിൽ ഹീലിംഗ് ആണ് പ്രധാനം. EFT എന്ന് പറയുന്ന ഓൺലൈൻ പ്രോഗ്രാമിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഹീലിംഗ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്യൂസിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഈ ചൈൽഡ്ഹുഡിലെ ഇഷ്യൂസിന്റെ സംഗതികളൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രശ്നങ്ങൾ എടുത്ത് ഹീൽ ചെയ്യാനുള്ള ഹീലിംഗ് പ്രോസസ്സ് പഠിക്കണം.
അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 20-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹീലിംഗ് കോഴ്സിലേക്ക് വരിക. കോഴ്സിലേക്ക് വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന്റെ യഥാർത്ഥ സൈക്കോളജിക്കൽ റീസൺസ് മനസ്സിലായോ? റൂട്ട് കോസുകൾ മനസ്സിലായോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ആയിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേക രീതിയിൽ ടേക്ക് കെയർ ചെയ്യാത്തത്? എസ്സോർണോ ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ന് വെച്ചാൽ യെസ്, ശരിക്കും ഉപകാരപ്പെട്ടോ? വീഡിയോയിൽ ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണം? ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാർ പറയുന്നു യെസ്, ഇത് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അതിന്റെ കാരണം എന്താണ് എന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടി. യെസ്, വെരി ഹെൽപ്ഫുൾ, വെരി ഗുഡ് മിനി ദീപിക, വെരി ഗുഡ്. ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളുടേത് എന്താ നിങ്ങൾ കണ്ടെത്തിയത്? നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണം എന്താ? ഫീലിംഗ് ദിസ് ഓൾ. യാസിർ പറയും ഇതെല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ഈ സെഷൻ എടുക്കുമ്പോൾ നന്നായിട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്, അല്ലെ? എന്താണ് ഫീൽ ചെയ്യുന്നത്? കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പ്രയാസങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് അഡ്മിറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ഹീല് ചെയ്ത് ഇതെന്റെ പ്രോബ്ലമാണ്, ഈ പ്രോബ്ലം ഫിക്സ് ചെയ്തേ പറ്റൂ. ട്രോമ എഫക്റ്റ് ആണ്, ഇത് ഫിക്സ് ചെയ്തേ പറ്റൂ. ഇത് ഹീൽ ചെയ്ത് ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഏരിയ കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ മിസ്റ്റേക്സ് കാലാകാലം അവിടെ ഉണ്ടാവും. ആ സ്ട്രഗിളിങ് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ പറഞ്ഞത് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരൂ, നമുക്കത് ഹീൽ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അവർ പ്രോബ്ലം, വാട്ട് എക്സാക്ട്ലി അവർ പ്രോബ്ലം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ ഉപകാരപ്പെടുന്നു വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും കണ്ടോ? ചൈൽഡ്ഹുഡ് ഫീലിംഗ് ഫ്രം ഹിയർ, ജസീല പറയുന്നു ഭയങ്കരമായിട്ട് ഫീലിംഗ് വരുന്നുണ്ട്. ഐ ആം സോ ഗുഡ്. ഈ സെഷൻ കേട്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് സങ്കടങ്ങൾ വരും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ദേഷ്യം വരും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിനോട് ദേഷ്യം വരും. ഇത് നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടവും വിഷമവും വല്ലാണ്ട് ട്രിഗർ ആവും. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഗതിയാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം. പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം, ഹീല് ചെയ്യണം. സെൽഫ് ലവ് കൊടുത്ത് അതിനാണെന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ ഈ ഹീലിംഗ് പ്രോഗ്രാം ചെയ്യുന്ന അതിനാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, കഴിവുകൾ, എന്താ പുറത്ത് വരാത്തത്? എന്താ നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്? എത്ര കാലമായി സ്ട്രഗിൾ ചെയ്യുന്നു? അതിൻ്റെ ഒരു പെയിന് വല്ലാണ്ടുണ്ടാവും. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വരണം. അപ്പൊ നിങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടും. നിങ്ങളുടെ ലൈഫ് പാർട്ണറുടെ, ജീവിത പങ്കാളിയുടെ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ബിസിനസ് എന്താ രക്ഷപ്പെടാത്തത്? എന്താ ഹസ്ബൻഡ് ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തുന്നത്? മനസ്സിലായോ? അദ്ദേഹം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഹാഡ് ഗോൺ ത്രൂ എ ലോട്ട്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, പഠിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ ഇഷ്യൂസ് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മളെ അലട്ടുന്നത്. ചെറുപ്പകാലത്ത് നമ്മൾ ഇത് മാറുന്നില്ല. ഇതിനെ മാറ്റിയെടുക്കണം, ഇതിനെ ഫിക്സ് ചെയ്യണം. വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. ഇതൊരു സൈഡിൽ ഹീലിംഗ് ഒരു സൈഡിൽ ചെയ്യുക, മറ്റൊരു സൈഡിൽ സ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. നന്നായിട്ട് നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്ത് പോവുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ റിസൾട്ട് വരും. കാരണം ഹീലിംഗ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഇത് അഡ്രസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ടെമ്പററി ഇന്റൻസിറ്റിയാണ്. ടെമ്പററി ഇന്റൻസിറ്റി മതിയോ? താൽക്കാലികമായിട്ടുള്ള ഒരു ആവേശം മതിയോ? എന്നിട്ട് കുറച്ച് ദിവസം ചെയ്താൽ മതി ഈ കാര്യങ്ങൾ പോരല്ലോ. നെറ്റ്വർക്കിംഗ് ആയിക്കോട്ടെ, കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, ഗോളിലുള്ള ഫോക്കസ് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിക്കോട്ടെ, കണക്കുകൾ നോക്കുന്നതായിക്കോട്ടെ, കുറച്ച് ദിവസം ചെയ്താൽ മതിയോ? മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, കുറച്ച് ദിവസം ചെയ്താൽ മതിയോ? പോരാ. തുടർച്ചയായിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല?
ആ തുടർച്ച കിട്ടാത്തതിന്റെ കാരണം നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഈ പെയിന് കിടന്ന് വർക്കൗട്ട് ചെയ്യണം, നമ്മളെ നിയന്ത്രിക്കുകയാണ്. ഒരു ദിവസം ചെയ്യും, ആരെങ്കിലും പറയുമ്പോൾ പ്രാവശ്യം ചെയ്താൽ മതിയില്ല. ഇതെല്ലാം ക്ലിയർ തുടർച്ചയായിട്ട് ചെയ്തു പോകാൻ പറ്റണം. അതിന് തടസ്സം നിൽക്കുന്ന ചൈൽഡ്ഹുഡിലുള്ള ബ്ലോക്കുകളെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. നമ്മൾ ആ ഫിയർ എടുത്തു കളയണം, ആ ഒരു എസ്കേപ്പിസം സ്വഭാവം എടുത്തു കളയണം. അതിനെ അഡ്രസ് ചെയ്യണം, ഫേസ് ചെയ്യണം, ഹീൽ ചെയ്യണം, ക്ലിയർ ചെയ്യണം. അത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ, അത് എടുത്തു കളയുമ്പോൾ നിങ്ങളങ്ങ് ഇമോഷണലി ട്രിഗർ ചെയ്ത് കരഞ്ഞ് ഇല്ലാണ്ടായി പോകും. വല്ലാണ്ട് ഇമോഷണൽ ആവും നിങ്ങൾ, വല്ലാണ്ട് പെയിനിലൂടെ കടന്നു പോകും. അത് പെയിനിലൂടെ കടന്നു പോയി കഴുകി കളഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫ്രീഡം ഉണ്ട്, ഒരു ആശ്വാസമുണ്ട്, ഒരു സേഫ്റ്റി ഉണ്ട്. അത് ഫീൽ ചെയ്ത് തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് പോകാം. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് വൈ ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ എന്റർപ്രണേഴ്സ്. നമ്മുടെ ഈ ഒരു കോഴ്സ് എന്താ വെച്ചാൽ എന്റർപ്രണേഴ്സിന് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. നിങ്ങളിത് വരണം, മനസ്സിലാക്കണം. കാരണം നമ്മളുടെ പെയിന് നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്കെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി വരുള്ളൂ, നമ്മൾ നോർമൽ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന സ്വഭാവം, പ്രൊക്കാസ്റ്റിനേഷൻ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ 20-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഗ്രൂപ്പുകളിൽ അതിന്റെ അപ്ഡേഷൻസ് ഷെയർ ചെയ്യാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്പറിൽ വിളിച്ചിരുന്ന് എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഓഫറോ സംഗതികളോ ലഭിക്കണമെങ്കിൽ ടീമായിട്ട് സംസാരിക്കുക. 20-ന് ആരംഭിക്കുന്ന EFT ലൈഫ് മാസ്റ്ററി ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങളുടെ ബിസിനസ് സ്കില്ലായിക്കോട്ടെ, കരിയർ സ്കില്ലായിക്കോട്ടെ, പ്രൊഫഷണൽ മേഖലയിലുള്ള സ്കില്ലുകളായിക്കോട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മുടെ എനർജി ഹൈ ആക്കി മാറ്റും, ഫീൽ ഗുഡ് അവസ്ഥയിലേക്ക് എത്തണം. അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഒരാൾ സംസാരിച്ചു, പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ് എനിക്ക് ഏറെ ഹെൽപ്ഫുൾ ആയി. ഞാൻ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം വലിയ സക്സസിലെത്തും, പക്ഷെ എന്തോന്ന് എന്നെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി. ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി ബ്ലോക്ക്, പിന്നെ പേരൻസിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള അത് തന്നെ ആവാം എന്റെ സക്സസിനെ പിന്നോട്ട് വലിക്കുന്നത്. 10-20 വർഷമായിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാരും പറയും ഇനി ഭയങ്കര സക്സസ്ഫുൾ ആണ്, എവിടെ എത്തിയാലും ഭയങ്കര സക്സസ് ആണ്. പക്ഷെ ഞാൻ എത്തുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ എത്രത്തോളം നന്നായിട്ട് എഫേർട്ട് എടുക്കും. എന്നെ പരിചയമുള്ള എല്ലാരും പറയും ഇനി എത്രത്തോളം അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ പോലെ അധ്വാനിക്കുന്ന ആളെ അത്ര വേറെ എവിടെയും പരിചയപ്പെട്ടില്ല എന്നൊക്കെ പറയും. വലിയ ബിസിനസ്സുകാരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ അവിടത്തോളം എത്താത്തത് ഈ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള, അന്ന് എനിക്ക് ചെറുപ്പത്തില് ഫാമിലിന്റെ അടുത്തുനിന്ന് ഒരുപാട് കടമുള്ള ഒരു ഫാമിലി ആയിരുന്നു. അന്നേരം ചെറുപ്പത്തിൽ അതെന്നെ നന്നായിട്ട് ഫീൽ ചെയ്ത് ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ പോലും എനിക്കത് അല്ലാണ്ട് ഫീൽ ചെയ്യാം. ചെറുപ്പത്തില് സ്കൂളുകളിലൊക്കെ സിനിമ ഉണ്ടാവുമല്ലോ, അന്നേരം ആ ഒരു സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളൊരു സിനിമ ഉണ്ട്. അത് കണ്ട സമയത്ത് എനിക്ക് വല്ലാണ്ട് എനിക്ക് പേടി. അന്ന് ഞാൻ 4 പഠിക്കുന്നേ ഉള്ളൂ, പക്ഷെ അന്ന് എനിക്ക് അത് ഇപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സിനിമ രംഗം. അന്നേരം അത് തന്നെ ആവാം ലൈഫിൽ. ഇപ്പം മക്കളൊക്കെ എന്നെ കുറ്റം പറയും, എന്നോട് പറയും അമ്മ അത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഇവിടെ എത്തുന്നില്ല. കുട്ടികൾ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത് കേട്ട സമയത്ത് മനസ്സിലാവുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നതും ചിലപ്പോ എന്റെ അടുത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഞാനിപ്പം കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഒരുപാട് സെർച്ച് ചെയ്ത ഒരു വിഷയമായിരുന്നു, ഈ എന്താണ് എനിക്ക് പറ്റുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പം സാറിന്റെ ക്ലാസ് ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ പിന്നെ ഞാൻ ഇന്നലെ ഒരു സാർ എന്നെ വിളിച്ചിരുന്നു, അബ്ദുറഹിമാൻ സാർ ഇന്ന് ക്ലാസ്സിലുണ്ട്. അങ്ങനെ സാർ ഇന്നലെ ഒരുപാട് പ്രൊജക്ട് ഉള്ള സാറാണ്. സാറിനെ ഞാൻ ക്ലാസ്സിൽ ഇന്നിപ്പോ ഉണ്ട്. സാറിന് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. സാറിന് ബിസിനസ് എന്തൊക്കെയോ സ്ട്രഗിൾ ഇപ്പം നേരിടുന്നുണ്ട്. അത് കേട്ടപ്പോ സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നതാണ്. സാറിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. മഞ്ചേരി തന്നെയാണ് വീട്, കൊണ്ടോട്ടി. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും സംസാരിക്കാൻ, നോ ഇഷ്യൂ. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ മിനി മാം പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ സ്ട്രഗിളിങ്ങിന്റെ കാരണം? ഇത് എവിടെ സംഭവിച്ചതാണ്? എന്താണ് എന്റെ പ്രോബ്ലം? എന്താ, വാട്ട് ഈസ് റോങ് വിത്ത് മീ എന്നൊരു സംഗതി ഉണ്ട് പല ആൾക്കാരും.
ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ കാരണങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ്. നമ്മൾ ഹീലിംഗ് ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നത് നമ്മൾക്ക് ഇതിൽ നിന്ന് ഇമോഷണലി അതിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, എന്നിട്ട് പിന്നെ നമ്മൾ അത് വെച്ചാൽ, എന്നിട്ടാണ് അതിന്റെ മുകളിൽ നമ്മൾക്ക് വേണ്ട ബിസിനസ്സിലെ മാർക്കറ്റിംഗ്, സെയിൽസ് ടെക്നിക്കുകൾ, ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ? എന്തുകൊണ്ട് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ നമ്മൾ റൂട്ട് കോഴ്സിലാണ് നമ്മൾ ക്ലിയർ ചെയ്ത്, അത് റൂട്ട് കോഴ്സ് ക്ലിയർ ചെയ്ത് അതിനൊക്കെ ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് പോകാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമുക്ക് ആ ഫിയർ ഒക്കെ മാറി, കൊളാബറേഷൻ ഫിയർ മാറി, അസോസിയേഷൻ ഫിയർ മാറി, റിസ്ക് ടേക്കിംഗ് ഫിയർ മാറി, നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഫിയർ മാറി. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ഇതെല്ലാം നല്ല രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിൽ ഇനിയും നമ്മളുടെ യാത്ര തുടരുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ ഹീലിംഗിലേക്ക് നിങ്ങൾ വരിക, EFT ലൈഫ് മാസ്റ്ററി കോഴ്സിലേക്ക് വരിക. നിങ്ങളുടെ എനർജി അവയർനെസ് നമുക്ക് കൂട്ടാം, നമ്മുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്യാം, അതെല്ലാം പഠിക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിലേക്ക്, നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ആവട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആവട്ടെ, നിങ്ങളുടെ ആരോഗ്യാവസ്ഥ ആവട്ടെ, ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുവരാം. ദിസ് ഇസ് ആൻ അമേസിംഗ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. സോ കം ആൻഡ് ജോയിൻ. ഐ എം എക്സൈറ്റഡ് ഫോർ ദ പ്രോഗ്രാം ആൻഡ് ഐ എം പ്രിപ്പയറിംഗ് എ ലോട്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഒരു അവയർനെസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ശരിക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, അണ്ടർസ്റ്റാൻഡിംഗ് ആയെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആർക്കെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ സെഷനെ കുറിച്ച് എന്താണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് വേണമെങ്കിൽ 1 or 2 പേർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ഹലോ, താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, അപ്പോൾ പറഞ്ഞതുപോലെ ഷറാവട്ടെ നല്ല രീതിയിലേക്ക്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നമ്മളുടെ ശരത്, ഇന്ന് നമ്മുടെ മോർണിംഗ് സെഷൻ ഉണ്ടോ? മെഡിറ്റേഷൻ ഉണ്ടോ? സോറി, മെഡിറ്റേഷൻ അല്ല, ഹീലിംഗ് സെഷൻ ഇന്ന് വെനസ്ഡേ ആണ്. ഇന്നുണ്ടോ? ഓക്കെ, ശരി. ഓൾറൈറ്റ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.